അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മളിന്ന് മുല്ലപ്പൂവാണ് റെഡിയാക്കുന്നത്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏതാണോ അതെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ടിഷ്യൂ പേപ്പർ വരുന്നത് 2 ലെയറായിട്ടാണ്. അപ്പോൾ നമുക്കത് ഒറ്റ ലെയറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കത്രിക യൂസ് ചെയ്യാതെ നമുക്ക് കൈ വെച്ചിട്ടും ഇതേപോലെ ചെറിയ പീസാക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ തന്നെ ചുരുട്ടിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുല്ലമൊട്ടിൻ്റെ രീതിയിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് എത്ര വലിയ മുല്ലമൊട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുക്കാം. ചെറിയ മുല്ലമൊട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം വലിയ രീതിയിലാട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുക്കാം. നമുക്കറിയാമല്ലോ ഒരു മുല്ലമൊട്ടിൻ്റെ ആകൃതി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മൾ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചുരുട്ടിയെടുത്ത ടിഷ്യൂ പേപ്പറിനെ വേറെ ടിഷ്യൂ പേപ്പറിൻ്റെ മിഡിലായിട്ട് വെച്ചിട്ട് താഴെ ഭാഗം ഒന്ന് ചുരുട്ടി കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ചുരുട്ടുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ, ടിഷ്യൂ പേപ്പറല്ലേ പെട്ടെന്ന് കയറിപ്പോവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. പിന്നെ ചുരുട്ടി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഭാഗത്തുള്ള തണ്ടുണ്ടല്ലോ, ആ തണ്ടിന് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ തന്നെയല്ലേ ചുരുട്ടി എടുത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് കോട്ടൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുട്ടികളെ മാലയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ മുത്തുകളുണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യാം. തെർമോക്കോൾ ബോൾസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടിഷ്യൂ പേപ്പർ തന്നെ ചുരുട്ടി എടുക്കണമെന്നില്ല. ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ കുറച്ച് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കോർത്തെടുക്കണ്ടേ. കോർത്തെടുക്കുന്നതിൻ്റെ മുൻപായിട്ട് മുല്ലമൊട്ടിൻ്റെ തണ്ട് ഭാഗത്ത് നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കണ്ടേ. അപ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ അല്ലല്ലോ, ഒരു തത്തപ്പച്ച ഗ്രീൻ അല്ല അതിനുണ്ടാവുക, ലൈറ്റ് ഗ്രീന്. അപ്പോൾ അത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് തരം പെയിൻറ്റ് വേണമെങ്കിലും എടുക്കുക. ആ കളർ എന്നാക്കി എടുത്താൽ മതി. ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ യെല്ലോ കളർ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂസ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇതിന് ഏകദേശം മാച്ചുള്ള കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലിപ്പോൾ വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇത് തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് ഏതാണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്ലൂവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മുല്ലമൊട്ടിൻ്റെ താഴെ ആ തണ്ട് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്കത് ഒന്ന് ഊരിപ്പോവാണ്ടിരിക്കുകയും ചെയ്യുമല്ലോ, കുറച്ച് കാലം നമുക്കത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗ്ലൂ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ചേർക്കേണ്ട, കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇനി പെയിൻറ്റും ഈ ഗ്ലൂവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കളറ് ഡാർക്ക് ഗ്രീനാണ് എടുക്കുന്നതെങ്കിൽ അതിനെ ലൈറ്റ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഗ്ലൂ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലൂ ആവശ്യമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഗ്ലൂ ചേർത്താൽ നമുക്ക് ആ തണ്ട് ഭാഗം നല്ല സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പെയിൻ്റൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുല്ലമൊട്ടിൻ്റെ തണ്ട് ഭാഗത്ത് കൈവിരൽ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈവിരൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ. കണ്ടല്ലോ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. തണ്ട് ഭാഗത്ത് ഈ ഗ്രീൻ കളർ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒറിജിനൽ മുല്ലമൊട്ടിൻ്റെ ആ ഒരു ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. പുറത്ത് രാജ്യങ്ങൾക്ക് താമസിക്കുന്നവർക്ക് മുല്ലപ്പൂ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒറിജിനൽ മുല്ലപ്പൂവിനെ പോലെ തന്നെയുള്ള മുല്ലപ്പൂ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. പിന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് തന്നെ നാട്ടിലും മുല്ലപ്പൂവൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റോഡ് സൈഡിൽ വെച്ചിട്ടല്ലേ മുല്ലപ്പൂവൊക്കെ വിൽക്കുക. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു ഓണ സീസൺ വരുമ്പോൾ എല്ലാവർക്കും മുല്ലപ്പൂവിൻ്റെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് തലയിൽ, കുട്ടികൾക്ക് തലയിൽ വെക്കാനും വലിയവർക്ക് തലയിൽ വെക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മാലയായിട്ട് യൂസ് ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് കണ്ടില്ല, ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്കിതെല്ലാം കൂടി ഒന്ന് മാല പോലെ ആക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അവർ കെട്ടിക്കെട്ടി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൂചി നൂലും വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ കെട്ട് വരുമ്പം അതെല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. സൂചി നൂലാകുമ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ആദ്യം ഒരു സൈഡിലേക്ക് വെക്കുക, മറ്റേ സൈഡിലേക്ക് വെക്കുക. ആ ഒരു രീതിയിൽ
രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് തണ്ട് നല്ലതുപോലെ കാണേണ്ട രീതിയിലാണെങ്കിൽ അതേ രീതിയിൽ കോർത്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കോർത്തെടുക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോർത്തെടുക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലാണോ കോർത്തെടുക്കേണ്ടത് അതേ രീതിയിൽ കോർത്തെടുക്കുക കേട്ടോ. ഒന്ന് കോർത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കോർത്തെടുത്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു മടിയും വിചാരിക്കേണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളെയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്യാൻ. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇതേപോലെയാണ് കോർത്തെടുക്കുന്നത്. തണ്ട് ഭാഗം താഴെ വരുന്ന രീതിയിലാട്ടോ കോർത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ കോർക്കാനാണോ ഇഷ്ടം അതേപോലെ കോർത്തെടുക്കുക കേട്ടോ. തണ്ട് ഭാഗം കാണുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ കോർത്തെടുക്കുക. അല്ലെങ്കിൽ സൂചി നൂല് വെക്കാതെ മറ്റേ കെട്ടിട്ട് ചെയ്യുന്നില്ലേ, അതേപോലെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ അതേപോലെ ചെയ്തെടുക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. കോർക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ബാക്കിയുള്ളതൊക്കെ സെയിം രീതിയിൽ തന്നെ ചെയ്യുക. കോർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കോർത്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് ഭാഗത്താണ് പച്ച കളർ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മുല്ലമുട്ടുകൾ മാത്രം ഇങ്ങനെ വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ വേണമെങ്കിലും മാലയായിട്ട് യൂസ് ചെയ്യാം, തലയിൽ വെക്കാനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.